നമസ്കാരം. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കോവിഡ് വാക്സിനേഷൻ നടപടികൾ ഊർജിതമാക്കി UAE. രാജ്യത്തെ 83% പേർക്കും ആദ്യ ഡോസ് വാക്സിൻ നൽകി. അഫ്ഗാനിൽ നിന്നും ഇന്ത്യക്കാരുടെ മടങ്ങി വരവ് ഊർജിതം. മലയാളികളടക്കം 392 പേരെ എത്തിച്ചു. കാബൂൾ വിമാനത്താവളത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. ഇന്ത്യക്കാരെ തിരികെ എത്തിച്ചതിനെ പ്രശംസിച്ച് മുഖ്യമന്ത്രി. ഗാസയിൽ പലസ്തീന് നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി. സാങ്കേതിക തകരാറ് മൂലം റദ്ദാക്കിയത് ഉച്ചയ്ക്ക് പുറപ്പെടേണ്ട വിമാനം. ഭക്ഷണവും വെള്ളവും പോലും നൽകുന്നില്ലെന്ന് യാത്രക്കാർ. സംസ്ഥാനത്ത് ഇന്ന് 10,402 പേർക്ക് കൂടി കോവിഡ്. 66 മരണം. 16 കടന്ന് TPR. 414 തദ്ദേശ വാർഡുകളിൽ കർശന നിയന്ത്രണം. ഹരിത നേതാവ് ഫാത്തിമ തഹ്ലിക്കെതിരെ നടപടിക്ക് ലീഗ് നീക്കം. PK നവാസിന്റെ ലൈംഗികാധിക്ഷേപത്തിൽ ഹരിത നേതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അഫ്ഗാനിൽ കുടുങ്ങിയ 390 ഇന്ത്യക്കാരെ കൂടി നാട്ടിലെത്തിച്ചു. ഇന്ന് മടങ്ങിയെത്തിയവരിൽ 50ഓളം പേരും മലയാളികളാണ്. വ്യോമസേന വിമാനങ്ങൾക്ക് പുറമെ ഇന്ത്യയിലേക്ക് 2 വിമാനങ്ങൾ കൂടി സർവീസ് നടത്തും. വരും ദിവസങ്ങളിൽ സർവീസുകളുടെ എണ്ണം കൂടുന്നതിനടക്കമുള്ള നടപടികളും വിദേശകാര്യ മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. ഉടൻ തന്നെ കൂടുതൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം കാബൂൾ വിമാനത്താവളത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ മരിച്ചു. അഫ്ഗാനിൽ നിന്നും ആളുകളെ തിരിച്ചെത്തിക്കുന്ന നടപടികൾ കൂടുതൽ ഊർജിതമാക്കുകയാണ് ഇന്ത്യ. 135 ഇന്ത്യക്കാരെ ഇന്നലെ ദോഹ വഴിയാണ് ദില്ലിയിൽ തിരികെ എത്തിച്ചത്. 87 ഇന്ത്യക്കാരും 2 നേപ്പാൾ സ്വദേശികളും ഇന്നലെ തജിക്കിസ്ഥാൻ വഴിയും തിരികെ എത്തിയിരുന്നു. ഇന്നു രാവിലെ ഗാസിയാബാദിലെ ഹിൻഡൺ എയർബേസിൽ 167 പേരുമായി വ്യോമസേനയുടെ C-17 വിമാനമെത്തി. ഇതിൽ 107 പേർ ഇന്ത്യക്കാരാണ്. അഫ്ഗാൻ MPമാർ ഉൾപ്പെടെയുള്ളവരാണ് മറ്റുള്ളവർ. കഴിഞ്ഞ 20 വർഷമായി ഉണ്ടാക്കിയതെല്ലാം നഷ്ടമായെന്ന് അഫ്ഗാനിസ്ഥാൻ MP नरेंद्र सिंह खलसा പ്രതികരിച്ചു. जो मैं इधर पहुंचा मैं समझा जो मेरी जान बच गई और मेरी बच्ची की जान सब कुछ बच गई, क्यों उधर परेशानी बहुत ज्यादा थी, संगत को बहुत परेशान थी और जो हमारे हिंदू भाई सिख भाई उधर रहते थे और उनको भी परेशानी बहुत ज्यादा है उधर. मैं भारत सरकार से यही चाहता हूँ जितने बंदे उधर बच्चे हैं उसको भी लौट आए इंडिया. फिर അതേസമയം അഫ്ഗാനിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾ നടത്താനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. നിലവിൽ കാബൂളിലേക്ക് വ്യോമസേനയുടെ 2 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. 500ഓളം ഇന്ത്യക്കാർ ഇനിയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തേണ്ടതുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കൈരളി ന്യൂസ്, ദില്ലി. അഫ്ഗാനിൽ കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന ഇടപെടലിനെ പ്രശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനിയും നാട്ടിലെത്താനുള്ള മലയാളികൾ നോർക്ക റൂട്ട്സുമായോ കേന്ദ്ര സർക്കാർ സെല്ലുമായോ ബന്ധപ്പെടണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ട്വിറ്ററിലൂടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അഫ്ഗാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ ഊർജിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ. തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ നിലവിലുള്ള സാഹചര്യങ്ങളിൽ അവിടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ അവരെല്ലാവരെയും തിരിച്ച് ഇന്ത്യയിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. താലിബാനെ നേരിൽ കണ്ട അനുഭവം പങ്കുവെച്ച് അഫ്ഗാനിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ മലയാളി ദീദിൽ പാലക്കണ്ടി. റോക്കറ്റ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ താലിബാന്റെ പക്കലുണ്ടായിരുന്നു. പരിശോധനകൾക്ക് ശേഷമാണ് വിട്ടയച്ചതെന്നും ദീദിൽ പറഞ്ഞു. ഇന്നലെ നമുക്ക് നമ്മുടെ വണ്ടി എയർപോർട്ട് പോകുന്ന വഴിക്ക് താലിബാൻ നമ്മളെ വണ്ടി ജസ്റ്റ് ഒന്ന് പിടിച്ചിരുന്നു. ജസ്റ്റ് അവരൊരു കുറച്ച് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അപ്പൊ നമ്മൾ ശരിക്കും ഒന്ന് പേടിച്ചിരുന്നു. നമ്മൾ ആരും തന്നെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടല്ല ഇപ്പൊ വരുന്നത്. നമ്മളെല്ലാം ടെമ്പററി ലീവ് എടുത്തിട്ടാണ് വരുന്നത്. അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമ്മൾ വീണ്ടും നോക്കിയിട്ട് സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യും.
അഫ്ഗാനിസ്ഥാനിൽ രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിച്ച അഭയാർത്ഥി പ്രവാഹം. കാബൂൾ വിമാനത്താവളത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകളാണ് കാബൂൾ വിമാനത്താവളത്തിന് പുറത്ത് തടിച്ചുകൂടി നിൽക്കുന്നത്. ഒഴിപ്പിക്കൽ പ്രക്രിയയ്ക്കിടെ കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ 23 പേർ കൊല്ലപ്പെട്ടെന്ന് ബ്രിട്ടീഷ് സേനാ വൃത്തങ്ങൾ അറിയിച്ചു. അഭയാർത്ഥി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇന്ന് G7 രാജ്യങ്ങളുടെ യോഗം വിളിച്ചു. അതേസമയം താലിബാൻ വിരുദ്ധരുടെ ശക്തി കേന്ദ്രമായ പഞ്ച്ഷീറിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. ഏത് നിമിഷവും പഞ്ച്ഷീർ പ്രവിശ്യയിലേക്ക് താലിബാൻ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബ്രിട്ടീഷ് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം അഫ്ഗാനിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നടപടികൾ താലിബാൻ വേഗത്തിലാക്കി. സൗദി നവോദയ സാംസ്കാരിക വേദി കോബാർ ഏരിയയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സുധാകരൻ കായംകുളം പ്രസിഡന്റ്, TN ഷബീർ സെക്രട്ടറി, വിജയകുമാർ ട്രഷറർ എന്നിവരാണ് ഭാരവാഹികൾ. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം DYFI സംസ്ഥാന കമ്മിറ്റി അംഗം P. ജിജി ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ജിദ്ദ നവോദയ P. കൃഷ്ണപിള്ള 73ാം ചരമദിനം ആചരിച്ചു. നവോദയ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചേർന്ന യോഗത്തിൽ മുഖ്യ രക്ഷാധികാരി ഷിബു തിരുവനന്തപുരം യോഗം ഉദ്ഘാടനം ചെയ്തു. നവോദയ ട്രഷറർ CM അബ്ദുൾ റഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ റഫീഖ് പത്തനാപുരം അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡിസ്പോസിബിൾ ഫുഡ് പാക്കേജിംഗ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ ഹോട്ട് പാക്ക് ഗ്ലോബൽ UAE മേഖലയിൽ DP വേൾഡുമായി ടെർമിനൽ കരാറിൽ ഒപ്പുവെച്ചു. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കിലെ ഹോട്ട് പാക്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് കരാർ ഒപ്പുവെച്ചത്. DP വേൾഡിന്റെ ജബലലി പോർട്ടിലൂടെയുള്ള ഹോട്ട് പാക്ക് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കരാർ. ഹോട്ട് പാക്ക് ഗ്ലോബൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ PB അബ്ദുൽ ജബ്ബാറും DP വേൾഡ് UAE റീജിയൻ പോർട്സ് ആൻഡ് ടെർമിനൽസ് കമേഴ്സ്യൽ ഡയറക്ടർ ഷഹബ് അൽ ജാസ്മിൻ ചേർന്ന് കരാറിൽ ഒപ്പുവെച്ചു. ജബൽ അലി തുറമുഖം ഹോട്ട് പാക്കിന്റെ കയറ്റുമതി വളർച്ചയുടെയും ആഗോള വിപണിയിലേക്കുള്ള വിപുലീകരണത്തിന്റെയും കവാടമായി മാറിയ പശ്ചാത്തലത്തിലാണ് DP വേൾഡുമായുള്ള ഈ കരാറെന്ന് ഹോട്ട് പാക്ക് ഗ്ലോബൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ PB അബ്ദുൽ ജബ്ബാർ പറഞ്ഞു. DP വേൾഡിന്റെ വിപുലമായ ആഗോള ശൃംഖലയും ലോകമെമ്പാടുമുള്ള ടെർമിനലുകളിലെ വിപുലമായ സാധ്യതകളും വ്യാപാരം എളുപ്പമാക്കാൻ വളരെയധികം അവസരങ്ങൾ സമ്മാനിക്കുമെന്നും അബ്ദുൽ ജബ്ബാർ വ്യക്തമാക്കി. ഹോട്ട് പാക്ക് ഗ്ലോബൽ ഉൾപ്പെടെ നിരവധി പാക്കേജിംഗ് സൊല്യൂഷൻ കമ്പനികളുടെ വിജയത്തിന് ജബലലി പോർട്ട് അവസരമൊരുക്കിയിട്ടുണ്ടെന്ന് DP വേൾഡ് UAE റീജിയൻ പോർട്സ് ആൻഡ് ടെർമിനൽസ് കമേഴ്സ്യൽ ഡയറക്ടർ ഷഹബ് അൽ ജാസ്മി പറഞ്ഞു. മിഡിൽ ഈസ്റ്റ്, UK, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ശൃംഖലകളുള്ള ഹോട്ട് പാക്ക് ഗ്ലോബലിന് 950 മില്യൺ ദിർഹത്തിന്റെ വിറ്റുവരവുണ്ട്. UAEയിലെ എല്ലാ എമിറേറ്റുകളിലും മറ്റ് GCC രാജ്യങ്ങളിലും ഹോട്ട് പാക്കിന്റെ സെയിൽസ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദുബായ്. 26 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന കേളി കലാ സാംസ്കാരിക വേദി ബദ്ഹ ഏരിയ പ്രസിഡന്റ് CT പ്രകാശിനെ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. കേളി രൂപീകരണ കാലം മുതൽ അംഗമായ പ്രകാശൻ കേളിയുടെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. റിയാദ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 26 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന കേളി കലാ സാംസ്കാരിക വേദി ബത്ത ഏരിയ പ്രസിഡന്റ് CT പ്രകാശിനെ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. കേളി രൂപീകരണ കാലം മുതൽ അംഗമായ പ്രകാശൻ കേളിയുടെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേളിയുടെ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന പ്രകാശൻ കേളിയിൽ മറ്റു സംഘടനാ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. റിയാദിലെ പ്രിന്റിംഗ് പ്രസ് ജീവനക്കാരനായിരുന്ന പ്രകാശൻ മലപ്പുറം പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് കുറ്റിപ്പാല സ്വദേശിയാണ്. ബത്ത ഏരിയ പരിധിയിൽ ചേർന്ന യാത്രയയപ്പ് യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് രജീഷ് പിണറായി അധ്യക്ഷതയും സെക്രട്ടറി പ്രഭാകരൻ കണ്ടോന്തർ സ്വാഗതവും ആശംസിച്ചു. കേളി കേന്ദ്ര രക്ഷാധികാരി കമ്മിറ്റി കൺവീനർ KPM സാദിഖ്, രക്ഷാധികാരി കമ്മിറ്റി അംഗങ്ങളായ സതീഷ് കുമാർ, ഗോപിനാഥൻ വേങ്ങര, ഷാജി ജോസഫ്, കേളി ആക്ടിംഗ് സെക്രട്ടറി TR സുബ്രഹ്മണ്യൻ, പ്രസിഡന്റ് ചന്ദ്രൻ തെരുവത്ത്, വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കൂട്ടായി, ജോയിന്റ് സെക്രട്ടറി സുരേഷ് കണ്ണപുരം, സെക്രട്ടേറിയറ്റ് അംഗം ഷമീർ കുന്നുമൽ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ സെൻ ആന്റണി, പ്രദീപ് രാജ്, മധു ബാലുശ്ശേരി, ബത്ത ഏരിയ ജോയിന്റ് സെക്രട്ടറി മുരളി കണിയാരത്ത്, മാധ്യമവിഭാഗം പ്രതിനിധി നാസർ കാരക്കുന്ന്, ഏരിയ രക്ഷാധികാരി കമ്മിറ്റി കൺവീനർ അനിൽ അറക്കൽ, ഏരിയ ട്രഷറർ രാജേഷ് ചാലിയാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ രാമകൃഷ്ണൻ, തങ്കച്ചൻ, ഉമ്മർ, ഗോപി, ഷെഫീഖ്, വിനോദ് മലയിൽ, സൗബീഷ് കൊള്ളിയിൽ, PSA റഹ്മാൻ, അഡ്വക്കേറ്റ് അജിത് ഖാൻ, രാജേഷ് കാടപ്പാടി, ജസ്റ്റിൻ ജയരാജ്, മുജീബ് റഹ്മാൻ, ജയകുമാർ, ഷമീർ ബാബു, അനീഷ് മാർക്സ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഏരിയ രക്ഷാധികാരി കമ്മിറ്റിയുടെ ഉപഹാരം കൺവീനർ അനിൽ അറക്കലും ഏരിയ കമ്മിറ്റിയുടെ ഉപഹാരം സെക്രട്ടറി പ്രഭാകരൻ കണ്ടോന്താറും പ്രകാശന് കൈമാറി. യാത്രയപ്പിന് പ്രകാശൻ നന്ദി പറഞ്ഞു. ഷമീർ ബാബു, കൈരളി ന്യൂസ്, റിയാദ്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സഹോദരനും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ MA അഷ്റഫ് അലിയുടെ മകൻ ഫഹാസ് വിവാഹിതനായി. ഷാർജയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു.
ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിയുടെ സഹോദരനും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ MA അഷ്റഫ് അലിയുടെയും സീന അഷ്റഫ് അലിയുടെയും മകൻ ഫഹാസും മൂവാറ്റുപുഴ TS അഹിയുടെയും സാഹിറ ഇഹയുടെയും മകൾ സിയയും വിവാഹിതരായി. കോവിഡ് മാനദണ്ഡങ്ങളുടെ ഷാർജ അൽ ജവഹർ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അതിഥികളെ സ്വാഗതം ചെയ്തു. ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സാന്നിധ്യം ചടങ്ങിൽ ശ്രദ്ധേയമായി. DM ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ, അപ്പാരൽ ഗ്രൂപ്പ് ചെയർമാൻ നീലേഷ് വേദ്, SFC ഗ്രൂപ്പ് ചെയർമാൻ മുരളീധരൻ, റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹ്യുദ്ദീൻ, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ് എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദുബായ്. ബഹ്റൈൻ പ്രതിഭ സംഘടിപ്പിച്ച പഠനോപകരണ സമാഹരണ ക്യാമ്പയിന്റെ ഭാഗമായി പായസ വിതരണം നടത്തി. പ്രതിഭയുടെ നേതൃത്വത്തിൽ 1500 ലിറ്റർ പ്രഥമനാണ് 2500-ലധികം വീടുകളിലേക്ക് തയ്യാറാക്കി എത്തിച്ചത്. കേരളത്തിലെ കുട്ടികളുടെ പഠനോപകരണ സമാഹരണത്തിനുള്ള ക്യാമ്പയിൻ പ്രവർത്തനമായാണ് ഈ പ്രവർത്തനം സംഘടിപ്പിച്ചത്. മുഴുവൻ മനുഷ്യസ്നേഹികളും ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രതിഭാ ഭാരവാഹികൾ അറിയിച്ചു. ഈ വലിയ ഉദ്യമത്തിന് അഹോരാത്രം പ്രയത്നിച്ച മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്യുന്നതായി പ്രതിഭ ജനറൽ സെക്രട്ടറി NV ലിവിൻ കുമാറും വൈസ് പ്രസിഡന്റ് KM രാമചന്ദ്രനും അറിയിച്ചു. കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയത് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി. സാങ്കേതിക തകരാറിനെ തുടർന്നായിരുന്നു വിമാനം റദ്ദാക്കിയത്. യാത്രക്കാരെ പിന്നീട് ഹോട്ടലിലേക്ക് മാറ്റി. തകരാർ പരിഹരിച്ച് വിമാനം നാളെ പുറപ്പെടുമെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. ഉച്ചയ്ക്ക് 1:20 പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനമാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് റദ്ദാക്കിയത്. രാവിലെ 11 മണിയോടെ നെടുമ്പാശ്ശേരിയിലെത്തിയ യാത്രക്കാർ 4 മണിയായിട്ടും വിമാനം പുറപ്പെടാതായതോടെ പ്രതിഷേധിക്കുകയായിരുന്നു. പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് കുടിവെള്ളം പോലും നൽകിയില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷം വൈകിട്ട് 6 മണിയോടെയാണ് വിമാനം റദ്ദാക്കിയതായി യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിച്ചത്. പിന്നീട് 182 യാത്രക്കാരെയും ഹോട്ടലിലേക്ക് മാറ്റിയതായി എയർ ഇന്ത്യ അറിയിച്ചു. ഇതിനിടെ മുംബൈയിൽ നിന്നെത്തിയ വിദഗ്ധർ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. കഴിഞ്ഞ 18 മുതലാണ് ലണ്ടനിൽ നിന്ന് കൊച്ചിയിലേക്കും തിരിച്ചും സർവീസ് തുടങ്ങിയത്. ആഴ്ചയിൽ 3 സർവീസ് എന്ന നിലയിലാണ് വിമാനം സർവീസ് ആരംഭിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.